തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വിശന്നിരിക്കുന്നവർക്ക് ആശ്വാസമാവുകയാണ് 2 പതിറ്റാണ്ടായി സേവാഭാരതി. കോവിഡ് കാലത്ത് പോലും നിലയ്ക്കാത്ത സേവാഭാരതിയുടെ കഞ്ഞി വിതരണം ഇന്നും തടസ്സമില്ലാതെ തുടരുകയാണ്. AK സ്റ്റെഫിന്റെ റിപ്പോർട്ട് കാണാം. നല്ല ചൂട് കഞ്ഞി, ചെറുപയറൊക്കെ ഇട്ട നല്ല ചൂട് കഞ്ഞി. കഴിഞ്ഞ 15 വർഷമായി സേവാഭാരതി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഈ കഞ്ഞി വിതരണം നടത്തുന്നുണ്ട്. സേവാഭാരതി ഈ ഒരു രംഗത്തേക്ക് എങ്ങനെയാണ് വരുന്നത്? സേവാഭാരതി കഴിഞ്ഞ 15 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ഇവിടെ. അത് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ മാത്രമല്ല, കേരളത്തിലൊട്ടാകെ ഉള്ള പല ഹോസ്പിറ്റലുകളിലും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ തിരുവനന്തപുരത്ത് രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കുമായിട്ട് ചേർന്നിട്ട് ഒരു 90 ബെഡഡ് ആയിട്ടുള്ളൊരു സംവിധാനമുണ്ട്. അപ്പോൾ അവിടെ ഒരു സെൻട്രൽ കിച്ചണാണുള്ളത്. ആ കിച്ചണിൽ നിന്നുമാണ് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത്. കാരണം വെച്ചാൽ ഇവിടെ ഒരു രാഷ്ട്രീയത്തിൻ്റെ നിറം കലർത്തേണ്ട ആവശ്യമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതില്ല. കാരണം വെച്ചാൽ ആരൊക്കെ ഇനിയും കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു പേഷ്യൻ്റ് ലോഡ് നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം അവർക്കെല്ലാവർക്കും മതിയാവുന്ന രീതിയിലുള്ള പ്രവർത്തനം ഇവിടെ ആർക്കും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം വെച്ചാൽ അത്രയ്ക്ക് പേഷ്യൻ്റ് ലോഡാണ് ഉള്ളത്. നമ്മളാൽ കഴിയുന്ന രീതിയിൽ 365 ദിവസവും, അതായത് കോവിഡിൻ്റെ സമയത്ത് ഉണ്ടായിരുന്നപ്പോൾ പോലും എല്ലാ ദിവസങ്ങളിലും ഒരു ദിവസം പോലും മുടക്കാതെ നടത്തിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. ഈ ദിവസം എത്ര പേർക്ക് കൊടുക്കുന്നുണ്ട്? ഒരു അടുക്കളയിലാണോ ഉണ്ടാക്കുന്നത്? ഒരു അടുക്കളയിലാണ് ഉണ്ടാക്കുന്നത്. ഇത് ഒരു അടുക്കളയിലാണ് ഉണ്ടാക്കുന്നത്. അത് സെൻട്രലിയാണ് കുക്ക് ചെയ്യുന്നത്. കുക്ക് ചെയ്തതിന് ശേഷം അത് വണ്ടികളിൽ, നിങ്ങൾക്ക് അറിയാൻ പറ്റും, അപ്പുറത്ത് വണ്ടികൾ കിടപ്പുണ്ട്. ആ വണ്ടികളിൽ ക്യാരി ചെയ്തത്. ഇതിൻ്റെ പുറകെ തന്നെ ഏകദേശം ഒരു 12ഓളം പ്രവർത്തകർ ദൈനംദിന ആവശ്യങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങൾ നടത്തിക്കുന്നതിനായിട്ട് അതിൻ്റെ പുറകെ ഉണ്ട്. ഓരോ ദിവസം ഓരോരുത്തർ അവരുടെ ഓർമ്മയ്ക്കോ അല്ലെങ്കിൽ അമ്മയുടെയോ അച്ഛൻ്റെയോ അങ്ങനെയൊക്കെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആൾക്കാർ തരാറുണ്ട്. അതുപോലെ തന്നെ ശ്രാദ്ധം വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അവരുടെ ആണ്ട് വരുമ്പോഴത്തേക്ക് അങ്ങനെ എല്ലാം തരാറുണ്ട്. അങ്ങനെ ഒരു സെറ്റ് ഓഫ് വെൽവിഷേഴ്സ് ഉണ്ട്. അത് തന്നെയാണ് ഇത് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു എമൗണ്ട് വരുന്ന ഒരു പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. എത്ര പേർക്ക് ദിവസേന അവരുടെ ഒരു ദിവസം ഏകദേശം നമുക്ക് വന്ന് വാങ്ങിക്കുന്ന കുറവാണെങ്കിലും എടുക്കുന്ന ക്വാണ്ടിറ്റി കൂടുതലാണ്. അപ്പം ഒരാൾ കൊണ്ടുപോകുന്ന ചിലപ്പോൾ ഒരു 3 പേരുടെ മീലായിരിക്കാം ചിലപ്പോൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്ക് നമ്മൾ ഏകദേശം ഒരു 800-1000 പേർക്കുള്ള ദിവസം ഇവിടെ കൊടുക്കുന്നുണ്ട്. തിരുവോണത്തിന് സദ്യ കൊടുക്കുന്നുണ്ട്. അത് ഇവിടുത്തെ രോഗികളും അതുപോലെ തന്നെ കൂട്ടിരിപ്പുകാർക്ക് മാത്രമല്ല, ഡോക്ടേഴ്സ്, അതുപോലെ പോലീസ് ഓഫീസേഴ്സ്. കാരണം വെച്ചാൽ കൂടുതലും തിരുവോണ സമയങ്ങളിൽ ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്സ് എല്ലാം അടപ്പായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം 7500ഓളം പേർക്ക് സദ്യ കൊടുക്കാൻ പറ്റി. മിക്കവാറും ഉള്ളവർക്ക് നമുക്ക് തികയാറില്ല. അതാണ് സത്യം പറഞ്ഞാൽ പറയാനുള്ളത്. ആൾക്കാരിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം ചെല്ലും തോറും ആൾക്കാർ കൂടി വരികയാണ്. നമുക്കത് ഒരു വിഷമമാണ്, അവർക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ എന്ന വിഷമം. അപ്പോൾ ഓരോ ദിവസം നമ്മൾ ക്വാണ്ടിറ്റി കൂട്ടി കൊണ്ടുവരും. എല്ലാ ദിവസവും നിങ്ങളുടെ ഈ ടീം തന്നെയാണോ ഈ തിരുവനന്തപുരത്ത്? ഈ ടീം തന്നെയാണ്. ഒരു ആവേശത്തിനങ്ങ് തുടങ്ങുക മാത്രമല്ല, ഇത്രയധികം വർഷമായിട്ടും അത് മുടങ്ങാതെ ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളത് വലിയ മഹത്തായ ഒരു കാര്യമാണ്. ദിവസേന ഏതാണ്ട് 1000 പേർക്കാണ് യഥാർത്ഥത്തിൽ സേവാഭാരതി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രം വിശപ്പകറ്റുന്നത്. പ്രേം ശശിക്കൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.